Hi everyone, my name is Rishi. I come from Kochi in Kerala. So sadly കേരള എന്ന് പറയുന്ന പേര് സോഷ്യൽ മീഡിയയിലും നാഷണൽ മീഡിയയിലും ഇന്ന് വളരെയധികം ടാർണിസ്ഡ് ആണ് ബിക്കോസ് ഓഫ് ദി പാലക്കാട് എലിഫൻറ്റ് ഇൻസിഡൻറ്റ്. കഴിഞ്ഞ ദിവസം പാലക്കാട് സൈലന്റ് വാലിയിൽ വെച്ചിട്ട് ഒരു ആനയെ പൈനാപ്പിളിൽ പടക്കം നിറച്ച് അതിനെ ഫീഡ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. വിരട്ടി ഓടിക്കാനോ കൊല്ലാനോ ആയിട്ട്. ആന പ്രഗ്നൻ്റ് ആയിരുന്നു. ആനയുടെ വായിലിരുന്ന് പൈനാപ്പിൾ പൊട്ടിത്തെറിച്ചു. വെള്ളത്തിലത് പോയി കുറേ നേരം നിന്നു. കുറച്ച് നേരത്തിന് ശേഷം അത് ആന ചരിഞ്ഞു. ദി എൻറ്റയർ സ്റ്റേറ്റ് ആൻഡ് നേഷൻ വാസ് ഷുക്ക് ആൻഡ് ഓൾ ഓഫ് us were deeply disturbed. There was a reason I did not react to it yesterday because I was not aware of the real facts behind the case. ആൻഡ് ഐ എം സ്കെയർഡ് ഓഫ് സോഷ്യൽ മീഡിയ. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എനിക്കെൻ്റെ സത്യാവസ്ഥ അറിയില്ല. പാലക്കാടുള്ള ആരെയും ഞാൻ എനിക്ക് അന്വേഷിക്കാൻ പറ്റിയില്ല. രണ്ട്, അവിടുത്തെ നാട്ടുകാരെ ആരുടെ നമുക്ക് ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. ആൻഡ് ബേസിക്കലി സോഷ്യൽ മീഡിയ ഇസ് വെയർ യു വിൽ ഫൈൻഡ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ഫേക്ക് ന്യൂസ് ഡെയിലി. സോ I just took my time to gather all thoughts and information, and I'm saying ഇപ്പോഴും നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ as far as we know it's true എന്നുള്ളതാണ്. The real thing that happened was അവിടുത്തെ വില്ലേജേഴ്സ് കാട്ടുപന്നികളെ ഓടിക്കാൻ വേണ്ടി പൈനാപ്പിളിൽ പടക്കം നിറച്ച് വെച്ച് അങ്ങനെയുള്ളൊരു സമ്പ്രദായമുണ്ട്. ഫോറസ്റ്റിൻ്റെ പെർമിഷനോടെയാണ് അത് ചെയ്യുന്നത്. അവരുടെ ക്രോപ്സ് നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ ഓടിക്കാനാണ്. കാട്ടുപന്നികൾക്ക് പടക്കം വെച്ച് കൊടുക്കാവോ എന്നൊരുപാട് കമൻസ് ഞാൻ ഇതിൻ്റെ അകത്ത് കണ്ടിരുന്നു. പാടില്ല, അതൊന്നും പാടില്ല. ഇത് ഞാൻ ഈ പറയുന്നതൊന്നും ഈ നടന്ന ഇൻസിഡൻറ്റിനോ അതിന് കാരണമായ ഇൻസിഡൻറ്റ് ഒന്നും ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. ബട്ട് വാട്ട് ബോദേഴ്സ് മീ ഇസ് ഹൗ ദിസ് ഹാസ് ബിക്കം എ കമ്മ്യൂണൽ ഇഷ്യൂ. I saw many celebrities, sadly അതാണ് ഇത്രയും വലിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ പേജിൽ അവർ ഷെയർ ചെയ്യുന്നത് കേരളത്തിൽ മലപ്പുറം എന്ന പ്രൊഡോമിനൻ്റ്ലി ടെററിസ്റ്റ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാരാണ് ഇത് ചെയ്തത്, ഹീനിയസ് ക്രൈം ചെയ്തത്. അവർ പണ്ട് മുതലേ അങ്ങനെയാണ്, അവരിങ്ങനെയാണ്, കേരളം ഗോഡ്സ് ഓൺ കൺട്രി, കേരളത്തിൽ എന്ത് ലിറ്ററസിയാണുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു ഭയങ്കര ഒരു ഇൻസെയിൻ ആയിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ കണ്ടു. കേരളത്തിൽ മലപ്പുറത്ത് മുസ്ലിംസ് ആണ് കൂടുതൽ, ഹിന്ദുസ് കുറവാണ്. അപ്പോൾ ഹിന്ദുസ് എന്ന് പറഞ്ഞാൽ അവർ മറ്റേ ഗണേശനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അവരങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എന്തായാലും മലപ്പുറംകാരാണ്. ഇങ്ങനെയൊക്കെ ഞാൻ സോഷ്യൽ മീഡിയ, അതും വലിയ വലിയ സെലിബ്രിറ്റീസിൻ്റെ അടുത്ത് ഞാൻ കണ്ടു. ക്രിക്കറ്റ് പ്ലേയേഴ്സ്, ഫിലിം സ്റ്റാർസ്. I mean, you should be ashamed of yourself. First of all, you're not doing a fact check, and then you're just generalizing based on some information. If I had said all Delhites are rapists just because of the Nirbhaya case, would that have made sense? If I had said all actors hunt wild animals in Bollywood and that is bad, then would that have made sense? Adana the question. I mean, those people who are reacting about the elephant that died due to a very unfortunate incident, have you refrained yourself from acting in such actors' movies who have, hunted wild animals and have run cases in courts for years? That is a question. Now, പന്നിപ്പടക്കം വെളുപ്പാങ്കാലത്ത് വന്ന് അത് കഴിച്ച് വായിലിരുന്നത് പൊട്ടുന്നു. അൺഫോർച്ചുനേറ്റ് ആണ്. അത് അറിഞ്ഞ ഉടനെ നാട്ടുകാർ വൈൽഡ് ലൈഫിനെ അറിയിക്കുന്നു, പോലീസിനെ അറിയിക്കുന്നു, വേണ്ട നടപടികൾ ചെയ്യാൻ ശ്രമിക്കുന്നു, രക്ഷിക്കാൻ നോക്കുന്നു, നടക്കുന്നില്ല. അൺഫോർച്ചുനേറ്റ് ആണ്. ഇറ്റ് ഇസ് സാഡ്. ഇഫ് യു ആസ്ക് മീ ഹൂസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ ദിസ്, യു ആൻഡ് മീ ആർ റെസ്പോൺസിബിൾ. ഞാൻ റെസ്പോൺസിബിൾ ആണ്. ഗുരുവായൂർ അമ്പലത്തിൽ ആനയോട്ടത്തിന് പോയി കൈയടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെസ്പോൺസിബിൾ ആണ്. തൃശ്ശൂർ പൂരത്തിന് ആന എഴുന്നള്ളിക്കുന്ന സമയത്ത് നിങ്ങൾ പോയി കൈയടിച്ചിട്ടുണ്ടെങ്കിൽ, മേളം കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെസ്പോൺസിബിൾ ആണ്. ഐ മീൻ, എന്തുകൊണ്ട് ഇപ്പോൾ അതൊരു ന്യൂസ് ആവുന്നു? എന്തുകൊണ്ട് പെട്ടെന്ന് ആനകളെക്കുറിച്ച് എല്ലാവരും ഭയങ്കര ഇമോഷണൽ ആവുന്നു? എന്തുകൊണ്ട്? എനിക്ക് മനസ്സിലാത്ത വേറൊരു കാര്യം, ആന പ്രഗ്നൻ്റ് ആയിരുന്നു. വൈ ഈസ് ദാറ്റ് a bigger issue? I mean, ഒരു ആന പ്രഗ്നൻ്റ് അല്ലെങ്കിൽ ഇസ് ദിസ് ഓക്കെ? വൈ ആർ പീപ്പിൾ ഷെയറിങ് ദാറ്റ് ഈ ആനയുടെ വായിൽ പൈനാപ്പിൾ എക്സ്പ്ലോഡ് ചെയ്തതിന് ശേഷം അത് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ വില്ലേജിൽ കൂടെ ഇങ്ങനെ നടന്നു, കാട്ടാന ഇങ്ങനെ വില്ലേജിൽ കൂടെ ഇങ്ങനെ നടന്നു, ആരെയും ഉപദ്രവിക്കാതെ എന്ന് പറയുന്നു. അത് ശരിയല്ല എന്നാണ് ഞാൻ കേട്ടത്. ഐ മീൻ, അപ്പോൾ ആരെങ്കിലും ഉപദ്രവിച്ചിരുന്നെങ്കിൽ അത് ഓക്കെ ആണോ? ഐ മീൻ, ഇതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കണ്ട കാര്യങ്ങളാണ് ആ പോസ്റ്റിൻ്റെ അകത്ത്. ഇതെന്ത് നേച്ചറാണ്? ഇതെന്ത് മെൻറ്റാലിറ്റിയാണ്? നമ്മുടെയൊക്കെ പൂർവികർ കാട് വെട്ടിക്കേറി, അവർ കയ്യേറി, അവരുടെ കൃഷിഭൂമി ഉണ്ടാക്കി അവരവിടുന്ന് തഴച്ചു വളർന്നു വന്നിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ സംസ്കാരത്തിൽ അതുള്ളതാണ്.
ഇതൊന്നും നമ്മൾ അവരോട് ചെയ്യുന്ന ക്രൂരതകൾക്ക് ജസ്റ്റിഫിക്കേഷൻ അല്ല, ഒരു കാര്യത്തിലും ജസ്റ്റിഫിക്കേഷൻ അല്ല. പക്ഷേ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഹാസ് ബീൻ വർക്കിംഗ്. സോ നമുക്ക് വേണ്ടതൊരു സെൻസിബിൾ സൊല്യൂഷനാണ് ഫോർ ഫാമേഴ്സ് ടു പ്രൊട്ടക്ട് ദിയർ ക്രോപ്സ്. വി ഹാവ് ടു ഫൈൻഡ് എ സെൻസിബിൾ സൊല്യൂഷൻ. ആൻഡ് കാടിൻ്റെ അടുത്ത് ജീവിക്കുന്ന ആൾക്കാരായിട്ട് നിങ്ങൾ സമ്പർക്കം പുലർത്തിയിട്ടുണ്ടെങ്കിൽ, അവരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ അടുത്ത് നിങ്ങൾ കാടിനെക്കുറിച്ച് അറിയാൻ വേണ്ടി അവരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, മൃഗങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിത് ചെയ്തിട്ടുണ്ട്. ഞാൻ 1-2 പ്രാവശ്യം എനിക്ക് ക്യാമ്പ് ചെയ്യാനുള്ള എക്സ്പീരിയൻസസ് കിട്ടിയിട്ടുണ്ട്, സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്, കാട്ടിലൂടെ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്, കൊടുങ്കാടിൻ്റെ ഉള്ളിൽ കൂടെ നടന്നുപോയെന്നല്ല, ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ കാടിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരു വൈൽഡ് എലിഫൻറ്റ് വന്നിട്ട് നാട്ടുകാർ തരുന്നൊരു കാര്യം ചുമ്മാ മേടിച്ച് കഴിക്കില്ല. ബിക്കോസ് ഒരു കാട്ടാന വരുന്ന കണ്ടാൽ നമ്മൾ മനുഷ്യർ സാധാരണ എന്താ ചെയ്യുക? ഇപ്പം മലയാളത്തിൽ ഫണ്ണി ആയിട്ട് നമ്മൾ പറയും അത് കാട്ടാന തന്നെ ചെയ്തോളൂ, അല്ലെങ്കിൽ സിംഹം തന്നെ ചെയ്തോളൂ. സത്യം പറഞ്ഞാൽ അവർ തന്നെയാണ് ചെയ്യുന്നത്. കാരണം അവർ നമ്മളെ വിരട്ടി ഓടിക്കാനേ നോക്കുള്ളൂ, അല്ലെങ്കിൽ അവർ നമ്മളെ ഡിസ്റ്റർബ് ചെയ്ത് അവരവരുടെ വഴിക്ക് പോകും, നമ്മൾ നമ്മുടെ വഴിക്ക് പോകാനാണ് നോക്കുന്നത്. കുറേ പേര് ഹെഡ്ലൈറ്റ് അടിച്ച് കാണിക്കും, കുറേ പേര് വണ്ടി റേസ് ചെയ്യും. ഒന്നും ചെയ്യാതെ മിണ്ടാതെ അത് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് അവർക്ക് അവരുടേതായ ഒരു വഴിയുണ്ട്, ആ വഴിയിൽ കൂടെയാണ് അവർ നടന്നു പോകുന്നത്. ആനത്താരകൾ, എലിഫന്റ് ട്രെയിൽ ഇസ് നോട്ട് എ മിത്ത്, ഇറ്റ് ഇസ് എ കോൺസെപ്റ്റ്. കാട്ടിലൂടെ ആനത്താരകളുണ്ട്. ആനത്താരകൾ കയ്യേറി മനുഷ്യർ വരുമ്പോൾ മൃഗങ്ങൾ വന്ന് അറ്റാക്ക് ചെയ്യും. ആൻഡ് മനുഷ്യർ അവർക്ക് സംസാരിക്കാൻ കഴിവുണ്ട്, അവർക്ക് പവർ കാണിക്കാൻ കഴിവുണ്ട്, അവരെപ്പോഴും കീഴടക്കി മാത്രമേ ശീലമുള്ളൂ. ഇതൊക്കെ അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ഇന്നത്തെ ഈ പ്രശ്നം. സോ ഇഫ് യു ആസ്ക് മീ, irrespective of Malayalis, irrespective of Bengalis, irrespective of Tamilians, North Indians, South Indians, all of us are responsible for this. And how goddamn dare you make this a communal issue? I'm asking to every single person, every single celebrities of this nation, every single so-called national media in this country who have tarnished people from Malappuram and calling them a predominantly terrorist district. From where does that come from? മലപ്പുറത്ത്, നിങ്ങൾ മലപ്പുറം കണ്ടിട്ടുണ്ടെങ്കിൽ, മലപ്പുറത്ത് നിങ്ങൾക്ക് സുഹൃത്തുക്കളുണ്ടെങ്കിൽ, മുസ്ലിം സഹോദരന്മാർ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങളിങ്ങനെ പറയില്ല. നിങ്ങൾ ആ സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ പറയില്ല. ഹൗ ഇസ് എ സ്റ്റേറ്റ് പ്രിഡോമിനൻ്റ്ലി ടെററിസ്റ്റ്? അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുന്നു? This is something very equal to me calling all Delhites rapists because Nirbhaya was raped. This is me, it's equal to me calling every single actors wild animal hunters and senseless. I mean, that is what we call literacy. We also consider reasonable judgment to be literacy, and that is what most people lack. റീസണബിൾ ആയിട്ടൊരു കാര്യം അറിഞ്ഞ് ജഡ്ജ് ചെയ്യാനുള്ള കഴിവിനെയാണ് അതിനെയും കൂടിയാണ് നമ്മൾ ലിറ്ററസി എന്ന് പറയുന്നത്. നോട്ട് ജസ്റ്റ് ഗെറ്റിംഗ് എഡ്യൂക്കേറ്റഡ് അൺടിൽ 12th സ്റ്റാൻഡേർഡ് ആൻഡ് ദെൻ ഗോയിങ് ഫോർ എ ഡിഗ്രി ആൻഡ് ദെൻ ഗെറ്റിംഗ് ഡൺ വിത്ത് എ പ്രൊഫഷണൽ ഡിഗ്രി. നോട്ട് ജസ്റ്റ് ദാറ്റ്, റീസണബിൾ ജഡ്ജ്മെന്റ് ഇസ് ഓൾസോ literacy in God's own country. So I don't understand why this is being turned on just one state. And I'm not just talking for Kerala, I'm just talking for people. ഇത് മണ്ടത്തരമല്ലേ? നമ്മൾ പൂരത്തിന് നമ്മൾ കൈയടിച്ചിട്ടുണ്ട്, നമ്മൾ ആനകളെ കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ അതിനെ നോക്കി നിന്നിട്ടുണ്ട്. ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. അപ്പം ഞാനും നിങ്ങളൊക്കെ ഇതിന് റെസ്പോൺസിബിൾ ആണ്. നമ്മൾ മൃഗങ്ങളോട് എന്നും ക്രൂവൽറ്റി തന്നെ കാണിച്ചിട്ടുള്ളൂ. നമ്മളെല്ലാവരും ഇതിന് റെസ്പോൺസിബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ചെയ്യാവുന്നത്, കൺസിഡർ ദിസ് ആസ് എൻ അൺഫോർച്ചുനേറ്റ് ഇവൻ. ഐ മീൻ നോബഡി ഈസ് ഗോയിങ് ടു, അതും ഈ കാട്ടാനെ കാണുമ്പോൾ സ്വന്തം ജീവൻ രക്ഷിക്കാനല്ലേ നോക്കുള്ളൂ. അതിന് കൊണ്ടുപോയിട്ട് വൈൽഡ് എലിഫൻറ്റിന് കൊണ്ടുപോയിട്ട് ഒരു പൈനാപ്പിളിൽ പടക്കം വെച്ച് ഫീഡ് ചെയ്യുന്ന ഒരാളുണ്ടാവുക. അങ്ങനെ ഉണ്ടെങ്കിൽ വാട്ട് ഐ ഹാവ് ഗോട്ട് ടു നോ ഇസ് അതിന് കേസസ് രജിസ്റ്റേർഡ് ആണ്. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ കണ്ടുപിടിക്കണം, അയാൾ അതിന് പണിഷ് ചെയ്യപ്പെടണം. അതല്ലാതെ ഒരു എൻറ്റയർ സ്റ്റേറ്റോ അല്ലെങ്കിൽ ഒരു എൻറ്റയർ കമ്മ്യൂണിറ്റിയോ അല്ല ഇതിന് വേണ്ടിയിട്ട് ഇതായപ്പെടണം. നമ്മൾ ഹ്യൂമാനിറ്റിയിൽ വിശ്വാസം പോകുന്നു. ഐ മീൻ ഹ്യൂമാനിറ്റിയുടെ ഒരു ഡാർക്ക് ഏരിയയാണ്. നമ്മൾ ബ്ലാക്ക് ലൈഫ്സ് മാറ്റർ, ഓൾ ലൈഫ്സ് മാറ്റർ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇതൊക്കെ ഇതിൻ്റെ ഒരു സാഡ് സൈഡാണ്. ആസ് ലോങ് ആസ് സൊസൈറ്റി എക്സിസ്റ്റ്, ക്രൈംസ്, ക്രിമിനൽസ്, ദേ വിൽ ത്രൈവ്. അതുണ്ടാവും. All we can do is be sensible enough, do not turn this upon our brothers, and do not, ജസ്റ്റിസ് എന്നുള്ള വാക്കിനെ നമ്മൾ ഒരുപാട് ടാർണിഷ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിൽ. എല്ലാത്തിനും ജസ്റ്റിസ്. എന്താണ് ഇതിനകത്ത് ജസ്റ്റിസ് നമ്മൾ ചിന്തിക്കുക? ഐ തിങ്ക് ദ റൈറ്റ് ജസ്റ്റിസ് വിൽ ബി സെർവ്ഡ് വെൻ വി ഫൈൻഡ് സെൻസിബിൾ സൊല്യൂഷൻസ് ടുഗെദർ ആസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആൻഡ് സ്റ്റോപ്പ് മേക്കിംഗ് ദിസ് അബൌട്ട് ഈച്ച് അതർ. ഒരു കണ്ടത്തിലോട്ട് നമ്മൾ കളിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മളെല്ലാവരും ഓടി ഇറങ്ങുന്ന സമയത്ത് എല്ലാവരുടെ മീത്ത് ചെളി പറ്റുന്നു. ഞാൻ എൻ്റെ കാലിൽ നിന്ന് തെറിച്ച ചെളി മറ്റവൻ്റെ മീത്ത് പതിയുമ്പോൾ അവൻ എല്ലാവരുമാണ് എൻ്റെ മേത്ത് ചെളി തെറിപ്പിച്ചെന്ന് പറഞ്ഞ് ഒരിക്കലും കരയില്ല. എന്തോന്നാണ് എന്ന് ചോദിച്ചിട്ട് നമ്മൾ മുമ്പോട്ട് പോകും.
അപ്പോൾ I'm not justifying. Please don't misunderstand me. Whatever happened is very unfortunate. Nothing is justified. If there is a criminal behind this, let them find him out. Let him be treated the way he deserves. But this is not about a community. This is not about Muslims. This is not about Keralites. This is not about anyone. And of course, this is about everyone in the other sense. We all are responsible for this. So literacy എന്ന് പറഞ്ഞാൽ അതും കൂടിയാണ്. So let's refrain from being stupid at this time. Thank you.